കഴിഞ്ഞ ജനുവരി മാസം തുടങ്ങിയ കേട്ടോ ഈ ഡാൻസിൻ്റെ പിന്നാലെ നടത്തും. ഫ്രണ്ട്സിൻ്റെ ഒക്കെ മക്കളുടെ അംഗനവാടി പ്രോഗ്രാംസ് കണ്ടപ്പോൾ ഞങ്ങളായിട്ടാണ് ടീച്ചറോട് ചോദിച്ചത്, ടീച്ചർ നമ്മുടെ അംഗനവാടിയിൽ പ്രോഗ്രാംസ് ഒന്നും ഇല്ലേ? അപ്പോൾ ടീച്ചർ പറഞ്ഞു, ടീച്ചർക്ക് വയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ ഏറ്റെടുത്തു, നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാനും ബിൻസിത് ഏറ്റെടുത്തു, ഞങ്ങൾ പഠിപ്പിച്ചപ്പോൾ ആദ്യം ജനുവരി ലാസ്റ്റിലേക്കാണ് ഡേറ്റ് പറഞ്ഞത്. അമ്പിളി വീട് എന്ന അംഗനവാടി കുട്ടികളുടെ ഡേറ്റ് ജനുവരി ലാസ്റ്റിലേക്കാണ് പറഞ്ഞത്. പിന്നെ അങ്ങനെ മാറ്റി ലാസ്റ്റ് മെയിലേക്കാണ് ഇപ്പോൾ സംഭവം നടന്നത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞങ്ങൾ ശിവരാത്രി കളിപ്പിച്ചു. അതിന് ശേഷം ഞങ്ങൾ വേറൊരു പരിപാടി കളിപ്പിച്ചു. ഇത് കളിച്ച് കുട്ടികൾക്ക് മടുത്തു തുടങ്ങി സത്യം പറഞ്ഞാൽ. എന്തായാലും ഇപ്പോൾ ഇന്നാണ് ആ സംഭവം, ഇന്ന് ഈ മെയ് 22-നാണ് സംഭവം കണ്ടക്ട് ആയത്. അപ്പോൾ ആ ഒരു വ്ളോഗാണ് നമ്മളിപ്പോൾ കാണാൻ പോണത്. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് നമ്മുടെ കുട്ടികളുടെ പരിപാടി പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിന് ഞങ്ങളൊരു 12:30 ആയപ്പോൾ അടത്തി. അപ്പോൾ ടീച്ചറെ കൂടി ഭക്ഷണം കഴിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ കുട്ടികളുടെ ഭക്ഷണം ഇടണം കേട്ടോ. അപ്പോൾ അവിടെ ഭക്ഷണമൊക്കെ കൊടുത്ത് സെറ്റായതിനു ശേഷം ഞങ്ങൾ കുറച്ച് നേരം ആ ഓഡിറ്റോറിയത്തിലും ചെറുതായിട്ട് ഇരുന്നു. ഒരു 5 മിനിറ്റ് ഇരുന്നപ്പോഴേക്ക് നമ്മുടെ ടൈമായി. അപ്പോൾ ഞങ്ങൾ വേഗം മക്കളെ മാറ്റിക്കാൻ ഇറങ്ങി കേട്ടോ. ഞാനും ബിൻസി ഞങ്ങൾ വേഗം തുമ്പിനെ തന്നെ മാറ്റിച്ചിട്ട് നമുക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ വെച്ചു. കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്നെ അങ്ങനെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വേഗം മാറ്റിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വിചാരിച്ചിരിക്കുന്നു. പക്ഷേ അപ്പോഴേക്കും നമുക്ക് വേറെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. വേറെ അങ്ങനെ അടുത്ത എല്ലാ മക്കളുടെയും ഒരിക്കലും ഞങ്ങൾ തന്നെ ആയിരുന്നു ഏറെക്കുറെ മേക്കപ്പൊക്കെ. മക്കൾക്കൊന്നും വലിയ ടെൻഷനൊന്നും ഇല്ല. കാരണം ഇതിന് മുന്നേ തന്നെ 2-3 പ്രാവശ്യം സ്റ്റേജുമ്പോൾ കയറിയോണ്ട് തന്നെ വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു, വലിയ ത്രില്ലും ഇല്ലായിരുന്നു. കാരണം ഓൾറെഡി ഈ ഡ്രസ്സൊക്കെ ഇട്ടും മേക്കപ്പ് ഇട്ടൊക്കെ 2 പ്രാവശ്യമൊക്കെ ഇട്ട് സെറ്റാനെ കൊണ്ട് വലിയ ത്രില്ലൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ആദ്യം ശിവരാത്രി കളിച്ച സമയത്ത് ഭയങ്കര ത്രില്ലുണ്ട്. എല്ലാവർക്കും ലിപ്സ്റ്റിക് ഇടുമ്പോഴും ഐഷാഡോ ഓരോ മേക്കപ്പ് ചെയ്യുമ്പോഴും പിന്നെ വളമൊക്കെ ഇടുമ്പോഴൊക്കെ ഭയങ്കര ത്രില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വലിയ ത്രില്ലൊന്നും ആർക്കും കണ്ടില്ല കേട്ടോ. അന്നൂനും തുമ്മിനൊക്കെ മേക്കപ്പ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ പിൻസ് ആയിരുന്നു. ബാക്കി എനിക്ക് മേക്കപ്പ് ചെയ്യാൻ കുറേ ടീംസ് ഉള്ളതുകൊണ്ടാണ് എൻ്റെ ബാക്കി ബിൻസി ആയിരുന്നു ഒരിക്കലും ഡ്രസ്സിങ്ങോ ഹെയർ സ്റ്റൈലൊക്കെ ബിൻസി കേട്ടോ എവിടേക്ക് കൊണ്ടുപോയി ചെയ്തൊക്കെ. കളിക്കാൻ പോണ കുട്ടികൾക്കില്ലാത്ത ടെൻഷനാട്ടോ നമ്മൾ ടീച്ചർക്ക്. എന്തിനാണ് ഭയങ്കര ടെൻഷനാണ്. അന്ന് ശിവരാത്രി കയറുമ്പോഴും മക്കൾ കളിക്കുമോ ടെൻഷൻ കേട്ടോ. പക്ഷെ നമ്മളെ ഹെൽപ്പർക്ക് അങ്ങനത്തെ പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല, എന്തായാലും നമുക്കൊരു കുഴപ്പമില്ല. എൻ്റെ മോളുടെ ഈ ഒരു ഓഫ് സ്റ്റേജ് പെർഫോമൻസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സ്റ്റേജിൽ നന്നായിട്ട് കളിക്കുന്നു കേട്ടോ. പക്ഷെ അത് വെറും വിചാരം മാത്രമായിരുന്നു കേട്ടോ എനിക്കും എല്ലാവർക്കും. ഞങ്ങൾ ഒരുങ്ങി വന്നപ്പോൾ ഒരു സ്റ്റേജും ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ തട കയറിയത്. ഇങ്ങനെ ടീച്ചേഴ്സൊക്കെ അങ്ങനെ ജസ്റ്റിനെ കുട്ടികൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും കണ്ട് കളിച്ചു കൊടുക്കണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മക്കൾക്ക് കളിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം മക്കൾ ഓൾറെഡി 2-3 വർഷം കളിച്ചുകൊണ്ട് എല്ലാവർക്കും കാണാപ്പാടാണ്. പിന്നെ ഞാൻ കളിച്ചു കൊടുക്കാൻ നിൽക്കാറില്ല. കാരണം എല്ലാ പ്രാവശ്യം കളിച്ചു കൊടുക്കാൻ നിൽക്കുമ്പോഴും ഈ ഫോണായിട്ട് ഓരോരുത്തർ വീഡിയോസ് എടുക്കാൻ വേണ്ടി എല്ലാ അമ്മമാരും മുന്നിക്കരും. അപ്പോൾ നമ്മൾ കളിച്ചു കൊടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ വെറുതെ നിൽക്കുന്ന അവസ്ഥയാണ് എല്ലാ പ്രാവശ്യം വരാറ്. ആണ് ഞാൻ ഇപ്രാവശ്യം കളിച്ചു കൊടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ അന്നുമോളുടെ കളി കണ്ടെന്നായിരിക്കുന്നു. ഭയങ്കര ഷോക്കായിരുന്നു. എല്ലാ മക്കളും നന്നായിട്ട് കളിച്ചിട്ടോ. അന്ന് മാത്രം കളിച്ചില്ല കേട്ടോ. അപ്പോൾ പിന്നെ അത് രസമായി. കാരണം എല്ലാ മക്കളും നല്ല കളിച്ചപ്പോൾ അവൾ കളിക്കുന്നപ്പോൾ ഒരു ഫണ്ണായി മാറി. പിന്നെ ഡാൻസ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയുള്ള പ്ലാൻ കേട്ടോ. ബസ്സിലാണ് പോയത്. പക്ഷെ ബസ്സിൽ ഞങ്ങൾ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറി ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം കേട്ടോ മക്കളായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഞങ്ങൾ രണ്ടാളും കൂടി ഇവരെല്ലാം ഓടി വരുന്ന വീടിയാ. പണ്ട് ഞങ്ങളുടെ താന്നൂരുള്ള ട്രെൻഡ്സ് കേട്ടോ വന്നത്. അപ്പോൾ മക്കളൊക്കെ അവിടെ എത്തിയപ്പോൾ ഭയങ്കര ഓരോരുടെ കളിയും പാട്ടും ഭയങ്കര ഹാപ്പിയായി അവിടെ എത്തിയപ്പോൾ. ഞങ്ങളുണ്ട് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. പക്ഷേ ഇതുവരേക്കും ഞാൻ ഒരു മുട്ട സൂചി പോലും എൻ്റെ വിവേകന് വാങ്ങിച്ചു കൊടുത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാവില്ല ഒരു വാങ്ങിച്ചു കൊടുക്കണം ഒരു മോഹം ഉണ്ടാവില്ലേ. അങ്ങനെ ഏതായാലും ഞാൻ വാങ്ങിക്കാൻ വിചാരിച്ചു. ഇനിയിപ്പോൾ എത്ര എൻ്റെ കയ്യിൽ പൈസ കിട്ടിയാലും ഞാൻ വാങ്ങിക്കില്ല. എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ ഞാൻ ഭയങ്കര സെൽഫിഷാണ്. എനിക്ക് വാങ്ങിക്കാനുള്ള കേട്ടോ. പക്ഷേ ഞാൻ വിവേകന് ഒന്നും വാങ്ങിക്കില്ല. പക്ഷേ വിവേകൻ എനിക്ക് നമുക്ക് ഒരുപാട് ഗിഫ്റ്റ് തരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ ജോലിയും കൂലിയൊന്നും ഇല്ല, വേറെ കാര്യം. പക്ഷെ നമ്മൾ അങ്ങനെ ഞങ്ങൾ ഒരു ഷർട്ട് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഷർട്ടൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പിന്നെ പോയത് ഒരു കൂൾ ബാറൊക്കെ കേട്ടോ. തുമ്പിക്കും അന്നൊക്കെ ജലദോഷമാണ്. പക്ഷെ നമ്മൾ കൂൾ ബാറിൽ പോയി. വേറെ നമുക്ക് അതൊക്കെ രസമല്ലേ. ജലദോഷം ഉണ്ടെങ്കിൽ നമ്മൾ കൂൾ ബാർ പോകാതിരിക്കാൻ പാടില്ല ഗൈസ്. അങ്ങനെ കൂൾ ബാറിൽ പോയിട്ട് സാൻഡ്വിച്ചൊക്കെ ഓർഡർ ചെയ്തു, ജ്യൂസ് ഓർഡർ ചെയ്തു. ഞാനും അന്നും ചിക്കു ജ്യൂസാണ് ഓർഡർ ചെയ്തത്. നമ്മുടെ ബിൻസിയും തുമ്പി പാലിഷ്ടമില്ലാത്ത ആൾക്കാരാണ്. അവർ പൈനാപ്പിൾ ജ്യൂസാണ് ഓർഡർ ചെയ്തത്. പക്ഷേ തുമ്പിക്ക് ചിക്കു ജ്യൂസ് ഇഷ്ടമായിട്ടോ. പൈനാപ്പിൾ ജ്യൂസ് തീരെ തണുപ്പില്ല, ഒരു പച്ച വെള്ളത്തിൽ പോലെ അടിച്ച് രസമല്ലായിരുന്നു. അപ്പോൾ തുമ്പി അന്നും ചിക്കു ജ്യൂസാണ് കുടിച്ചത്. അങ്ങനെ ജ്യൂസ് കുടിച്ചത് നല്ല പരസ്പരം. അന്നുമോക്ക് ഈ സാൻഡ്വിച്ച് ഇഷ്ടമല്ല. കാരണം എരിവുള്ള സംഭവമൊന്നും അന്നുമോക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഓൾക്ക് ഓർഡർ ചെയ്ത സാൻഡ്വിച്ചുകൾ എല്ലാവർക്കും അത് കഴിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും എനിക്കും അങ്ങനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കാം കേട്ടോ. പേർക്ക് വാങ്ങിച്ചിട്ട് ഓള് കഴിക്കണൊക്കെ കണ്ടാ കുട്ടിയും
കൊടുക്കണേ, അമ്മയും കഴിക്കണേ. അങ്ങനെ ജ്യൂസ് കുടിച്ചു. കുറച്ച് കഴിയുമ്പോൾ വിവേക് വിളിച്ചിട്ടോ. ഞങ്ങൾ താന്നൂർ, ഞാനും റിയാനും താന്നൂരുണ്ട് പറഞ്ഞിട്ട് വിവേക് വിളിച്ച്. അങ്ങനെ വിവേകിൻ്റെ കൂടെ ഞങ്ങൾ റിട്ടേൺ പോന്നു. അപ്പം അത്ര ഗൈസ്, ബൈ. റിയാനെ കിട്ടി. വിവേകും റിയാനും കൂടി നമ്മളെ കൂട്ടാൻ വന്നതാണ് ഗൈസ് താന്നൂരിലേക്ക്. കരിമ്പൂതുണ്ടായി നമ്മളൊക്കെ. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും പാർക്കിൽ കിട്ടും. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. അപ്പൊ ഒരുപാട് കാലമായിട്ട് ഒരു കാത്തിരിപ്പായിരുന്നു അംഗനവാടിത്തെ പരിപാടി. എന്തായാലും ഇപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ അത്ര ഗൈസ്, ബൈ. സനി ആൻഡ് ബിൻസി, ബൈ.